أعوذ بالله من الشيطان الرجيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. സൂറ ബഖറയിൽ 156 ആയത്തെ ഈ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെ വരുന്നത്, അല്ലെ പ്രവാചക, താങ്കളോട് എൻ്റെ അടിമകൾ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പം വിളിക്കുന്നവന്, പ്രാർത്ഥിക്കുന്നവന് അവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകും. പഠിച്ചവനെ നേരിട്ട് പിന്നെ അവരോട് സംസാരിക്കുകയാണ്, അവരോട് അടിമകളോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് അവർ എൻ്റെ വിളിക്ക് ഉത്തരം നൽകട്ടെ, അവർ വിശ്വാസികളായിരിക്കട്ടെ, അവർ സന്മാർഗത്തിലായേക്കാം. അപ്പം ഇതിൽ ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇടയിൽ പല സമ്പർക്കങ്ങളോ അല്ലെങ്കിൽ പല കോണ്ടാക്ട്സോ എൻഗേജ്മെൻ്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഞാനൊരു ഓഫീസിനോടൊരു പൈസ കടം ചോദിച്ച്, അപ്പോൾ ഓഫീസിനോട് ഓഫീസ് ആദ്യം കുറച്ച് പൈസ തന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ചോദിച്ചു. അപ്പോൾ ഓഫീസ് പിന്നെ ഒരു ഇടങ്ങേറ് പിടിച്ചിട്ടായിരിക്കും തരിക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യപ്പെടുമ്പോൾ മനുഷ്യന്മാർ തമ്മിൽ അത് സ്വാഭാവികമാണ്, നമുക്ക് എന്തായാലും ഇടങ്ങേറുണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷെ പഠിച്ചോ ഇങ്ങനെ പറയാം, അവരെ എല്ലാപ്പോഴും എന്നോട് ചോദിക്കട്ടെ. പഠിച്ചോ എപ്പോഴും നമ്മളിങ്ങനെ സ്വാഗതം ചെയ്യാണ്. നിങ്ങൾ എന്നോട് ചോദിക്കുക. നമ്മളാരെങ്കിലും പറയുമോ, എനിക്ക് സഫാൻ എന്നോട് ചോദിച്ചോ, എന്നോട് ചോദിച്ചോ, നമ്മളാരും പറയൊന്നുമില്ലല്ലോ. അപ്പോൾ പഠിച്ചോ നമ്മളോട് ഇങ്ങനെ പറയാണ്, ലോകരക്ഷിതാവേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാൻ, നിങ്ങൾ എന്നോട് ചോദിക്കുക. അപ്പം എനിക്കറിയട്ടെ, നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഈ ആയത്ത് നിങ്ങളെങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള സഫാൻ എങ്ങനെ? ആയത്തിൽ പൊതുവെ പറയുന്ന ഈ ഭാഷാപരമായിട്ട് നോക്കുമ്പോൾ ഈ ആയത്തിന്റെ എല്ലാ എലമെന്റിലും അള്ളാഹു സമീപസ്ഥനാണ് എന്ന് സൂചിപ്പിക്കുന്ന ആയത്തുകളുണ്ട്, വാക്കുകൾ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ ഓരോ ആയത്തും ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ, എല്ലാ വാക്കിലും ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലയസ്തജീബു, അങ്ങനെ ഓരോ ആയത്തും പ്രയോഗിച്ചത് അള്ളാഹുവിന്റെ എന്റെ അടിമ അങ്ങനെ. അപ്പൊ അത് ഭയങ്കര സൗന്ദര്യമായിട്ട് ഓരോ വാക്കുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ ഉപയോഗിച്ചെന്ന് സൂചിപ്പിക്കുന്ന സാധനങ്ങളുണ്ട്. അതിലപ്പുറം ഒന്നും കൂടി നമ്മൾ റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ മനുഷ്യന് ഏറ്റവും സുഖമുള്ള ഒരു കാര്യമാണ് പഠിച്ചവനോട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ പഠിച്ചവന്റെ സാമീപ്യം കിട്ടാൻ പഠിച്ചവനെ നമ്മളെ അടുത്തുണ്ടാവണം. ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്, ഈ ആയത്ത് ഇപ്പോൾ പകുതിക്കൽ നിർത്തിയെന്ന് വിചാരിച്ചു, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്നുള്ളടത്ത് നിർത്തിയെന്ന് വിചാരിച്ചാലും അവിടെ അള്ളാഹു നമ്മുടെ സമീപസ്ഥനാണ് എന്ന് പറയുന്നുണ്ട്. അത് മതിയല്ല നമുക്ക്. അപ്പൊ അത് കിട്ടാൻ എന്താ വേണ്ടിയെന്ന് വെച്ചാൽ അള്ളാഹുവിനോട് ചോദിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനോട് തേടുക, ദുആ ഇരിക്കുക എന്നുള്ള സംഗതി. അപ്പൊ അതെന്താ പരിപാടി എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മളെ ചുണ്ടൊന്ന് അനക്കുക എന്നുള്ളതായിരിക്കും ഒരു മനുഷ്യന് ഇടേണ്ട എഫേർട്ട്. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആ എഫേർട്ട് ഇടാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ മനുഷ്യന് പറ്റാത്തതുകൊണ്ടല്ല, അപ്പം നമ്മൾ മുമ്പേ എല്ലാ പ്രാവശ്യം പറയുന്നൊരു സംഗതി ഉണ്ട്, ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷെ ആ പരിപാടി ചെയ്യാൻ ഭയങ്കര എഫേർട്ട്. നമ്മള് മറ്റേ പ്രൊഡക്ടിവിറ്റിനെ കുറിച്ച് പറഞ്ഞാൽ അത് ചെയ്യൂലാരും. അപ്പൊ നമ്മള് ഞാൻ ഇതിങ്ങനെ ആയത്ത് റിഫ്ലക്ട് ചെയ്തപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ ലൈഫിൽ ആലോചിച്ച് നോക്കിയാലും നമ്മൾ കുറെ വർക്കിലൊക്കെ പലതും ചെയ്യുന്നു, അതിൻ്റെ അടുക്ക് ആത്മാർത്ഥമായിട്ട് ഇരുന്ന് ഈ ചൊല്ലുന്ന പണി സിമ്പിൾ പണിയായിരിക്കും, ഏറ്റവും സിമ്പിൾ പണിയായിരിക്കും, പക്ഷെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ മിസ്സായിട്ടുണ്ടാവും. അപ്പം പല സഹാബികളൊക്കെ പറയുന്ന സംഗതി ഈ പ്രാർത്ഥിച്ച് കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുമല്ലോ അത് കിട്ടുക. അപ്പം പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് മതി. അതിന് ഉത്തരം കിട്ടുമെന്നുള്ളതല്ല, അത് നമ്മളെ കയ്യിലല്ലല്ലോ. ലാ തഹ്മിലു ഹമ്മൽ ഇജാബ, ഉത്തരത്തിന്റെ കാര്യം ഞാൻ ആലോചിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള അവസ്ഥയിലാണോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഡീപ്പായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും, നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ. അപ്പം തന്നെ ആ കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആണ്, ഞാനും പഠിച്ചോണ്ടും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് വിശ്വാസത്തിലേക്ക് എത്താൻ പറ്റും. അത് കേൾക്കുന്ന എല്ലാവർക്കും നമുക്കൊക്കെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് അതായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, പഠിച്ചവനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് പെർഫെക്റ്റ് ആണോ അല്ലെങ്കിൽ അത് നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള ഒരു ഉപാധിയായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ വിലയിരുത്താൻ പറ്റും. അത് പേഴ്സണലി എനിക്കൊരു തോന്നിയൊരു സംഗതിയാണ്. എനിക്ക് ആ കരീബ് എന്നുള്ള വാക്കാണ് അത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന സാധനം. നമുക്ക് ചിലപ്പോൾ ചിലർക്കൊക്കെ തോന്നും, അതായത് ചിലരൊക്കെ ഇങ്ങനെ പറയുന്നേക്കാം, ഞാൻ കുറേ തെറ്റ് ചെയ്താണ്, എത്രയൊക്കെ തെറ്റ് ചെയ്താൽ എങ്ങനെ പഠിച്ചോ എനിക്ക് പുറത്തുതരാം. പിന്നെ ചിലവർ അറിയും ഇടയ്ക്ക് ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഞാൻ പഠിച്ചതിനോട് ഇസ്തിഗ്ഫാർ തേടണം,
ഇത്ര ചെറുതല്ലേ, ഇത്ര ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചവനോട് ചോദിക്കണോ? അപ്പൊ എന്താ ചെറുത് ചോദിക്കണോ വലുത് എങ്ങനെ ചോദിക്കുക? നമ്മളിങ്ങനെ പഠിച്ചവനെ ഇങ്ങനെ ദൂരത്ത് നിർത്തുന്ന പോലെ ഒന്നും. പക്ഷെ ഈ ആയത്തിങ്ങനെ ഈ കരീബ് എന്നുള്ളത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അതായത് കരീബ് ഇത്രയും ചേർത്ത് നിർത്ത. ഈ ഇപ്പൊ പറഞ്ഞപ്പോഴാ ഈ മറ്റേതും കൂടി നോക്കി, ഇബാദി, അന്നി, ഫഇന്നി, ഇതിങ്ങനെ അങ്ങനെ നോക്കി നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന പോലെ ഭയങ്കര ഒരു അടുപ്പുണ്ടല്ലോ അള്ളാഹിനോട്. അതായത് ഇപ്പൊ ഈ ഇബ്നു കസീറിന്റെ തഫ്സീറൊക്കെ എടുത്ത് നോക്കിയാല് മൊത്തം എന്താ ദുആ, അതിനുള്ള എന്താ അള്ളാന്റെ മറുപടി എന്തായാലും ഉത്തരം കിട്ടും. 3 ലെവലേ ഉണ്ടാവുള്ളൂ. കുറെ ഹദീസുകൾ അങ്ങനെ എടുത്ത് ഞാൻ അങ്ങനെ ഒറ്റ വായന അങ്ങനെ വായിച്ചപ്പോ ഇത്രത്തോനെ ഹദീസുകൾ ഉണ്ടല്ലേ. അതായത് ഒരാള് അത് ചോദിക്കാന്നുള്ള ഫസ്റ്റ് പണിയുള്ളൂ, ഫസ്റ്റ് ലെവല്. അത് ചോദിച്ചാൽ ഒന്നെങ്കിൽ പഠിച്ചവൻ അപ്പം ഉത്തരം കൊടുക്കും, അല്ലെങ്കിൽ നാളെ പരലോകത്ത് കൊടുക്കും. അതും അല്ലെങ്കിൽ അത് ആ ചോദിച്ചതിന് പകരമായിട്ട് അള്ളാഹ് അവൻ്റെ ഒരു തിന്മ കുറച്ചു കൊടുക്കും. അപ്പൊ എന്തായാലും അതിനൊരു ഉത്തരം ഉണ്ടാവും. വേറൊരു ആവശ്യം കൂടി ഉണ്ട്. നമ്മള് തിന്മ കുറയ്ക്കാല് പരലോകത്തിനൊക്കെ അപ്പുറത്ത് പഠിച്ചോന്റെ കയ്യിലാണല്ലോ ഇതിന്റെ ബാലൻസ്. പഠിച്ചോൻ തീരുമാനിച്ചിട്ടുണ്ടാവും നമുക്ക് നമ്മൾ ചോദിച്ച കാര്യം എന്താ, അതിനെന്താണ് സൊല്യൂഷൻ, അതപ്പൊ തന്നെ തരലാണോ, അതല്ലേ വേറൊരു സംഭവം തടയലാണോ, അതിലും വലിയൊരു സാധനം നമ്മളടുത്ത് തടയലാണോ? അൾട്ടിമേറ്റ്ലി നമ്മളെ കയ്യിലില്ലാത്തൊരു സംഗതി നമ്മൾ ചോദിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് നമ്മൾ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കരുത്. അതെങ്ങനെയാന്നുള്ളതും പഠിച്ചോന്റെ കയ്യിലാണ്. ഈ ചെറിയ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് പണ്ടുള്ളൊരു കഥയാണ്. എനിക്ക് തോന്നുന്നത് ഒരു ഹൈസ്കൂളിലൊക്കെ ആയിരിക്കും. നമ്മളിങ്ങനെ എന്താ ഫാമിലിയുടെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്യണം. അപ്പോൾ വൈന്ന് എന്താ മാങ്ങ കണ്ടപ്പോൾ അപ്പോൾ വണ്ടി നിർത്തിയ മാങ്ങ വാങ്ങി. നമ്മൾ എന്നിട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ പെട്ടെന്ന് ഞങ്ങളൊരു ആപ്പ, അതായത് കുറച്ച് റിലേറ്റീവാണ് പക്ഷെ ഞങ്ങൾ ആപ്പയാണ്. അപ്പോൾ മൂപ്പരിങ്ങനെ എന്താ ബൈക്കിൽ ഇങ്ങനെ ഞങ്ങളെ ഓപ്പോസിറ്റ് പോകണുണ്ട്. അപ്പോൾ ഇപ്പം പെട്ടെന്ന് വണ്ടി സൈഡായിട്ട് എവിടുക്കാ പോകണം വെച്ചിട്ട് ആ സറയ്യ എടുക്കാൻ പോകണം വെച്ചിട്ട് വിളിച്ച്. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഒന്ന് ഇങ്ങോട്ട് വണ്ടി തിരിച്ച് ഇങ്ങോട്ട് വേറെ. അപ്പോൾ ഇപ്പൊരു വണ്ടി തിരിച്ചിട്ട് വന്നപ്പോൾ ഇപ്പം എന്ത് ചെയ്ത് പൊതിന്ന് കുറച്ച് അധികം മാങ്ങ ഉണ്ട്. ഇപ്പരന്ന് കുറച്ച് മാങ്ങ എടുത്തിട്ട് ആപ്പ കൊടുത്ത്. അപ്പോൾ ആപ്പ ഇങ്ങനെ എന്താ ഞാൻ ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചിട്ടുള്ളൂ, മാങ്ങ തിന്നാൻ പൂതിയാവുണ്ടല്ലോ പഠിച്ചോനെ, ആ കറക്റ്റ് ടൈമിൽ നിങ്ങൾ വന്നല്ലോ. ഞാനിങ്ങനെ ഞാനിങ്ങനെ ഇതിങ്ങനെ ആലോചിക്കുക. ഈ ആയത്ത് വെച്ചിട്ട് ഈ കരീബ് എന്നുള്ള പദം ഇങ്ങനെ വെച്ച് നോക്കുമ്പോ എനിക്ക് പെട്ടെന്ന് ഈ ഓർമ്മ, കുറെ കാലമായിട്ട് ഞാൻ മറന്നൊരു കഥയാണ്. ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ അങ്ങനെ മരുവിനേശം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സാധനം ഇങ്ങനെ കത്തിയത്. ഇതിന്റെ ഓരോ എലമെന്റിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ ഭാഷന്റെ സംഭവത്തിൽ തന്നെ സാധാരണ പഠിച്ചോന് ഇപ്പോ വയസ്സലൂനൊക്കെ അനിൽ മഹീൽ ഖുൽ ഹുവ അദൻ, ഏത് കാര്യം പറയുമ്പോഴും യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹ് പറയാൻ വേണ്ടി പറയാൻ ആവശ്യപ്പെടും, അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയേറ്ററി സ്വഭാവം ഉണ്ടാവും. പക്ഷെ ഈ ആയത്തിലാണെങ്കിൽ ഉജീബു ദഅവത്ത ദാഇ ഫഇന്നി ഖരീബ് എന്ന് പറഞ്ഞതിന് ശേഷം ഉജീബു ദഅവത്ത ദാഇ അവരോട് പറയാൻ പറയുന്നില്ല, പഠിച്ചോൻ അടുത്തുണ്ട് അങ്ങനെ തന്നെയാണ് പറയാണ്. പിന്നെ അതിൽ തന്നെ ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. അപ്പൊ ഇതിന് ഈ മൊത്തത്തിൽ പഠിച്ചോൻ നമ്മളെ അടുത്തുണ്ട്, പഠിച്ചോൻ ഉത്തരം തന്നിരിക്കും, എല്ലാം ഉറപ്പിനെ സൂചിപ്പിക്കുന്നതാണെന്ന് ഈ ആയത്തിന്റെ ഓരോ എലമെന്റിനെ വെച്ച് പറയുന്നുണ്ട്. ഇനിയിപ്പോ വേറൊരു തരത്തിൽ ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ നമ്മളെ ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മളൊരു കോള് വിളിക്കുമ്പോൾ അവിടെ നമ്മൾ വിളിക്കുന്ന ആളും അത് റിസീവ് ചെയ്യുന്ന ആൾക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആർക്കാ? റിസീവ് ചെയ്യുന്ന ആൾക്കാണ്. അതായത് റിസീവ് ചെയ്യുന്ന ആളെടുത്താണ് കയ്യിലാണ് ഇതിന്റെ കമ്മ്യൂണിക്കേഷന്റെ ഇതുള്ളത്. വിളിക്കുന്ന ആൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. റിസീവ് ചെയ്യുന്ന ആൾ എടുക്കുകയോ റെസ്പോണ്ട് ചെയ്യുകയോ ചെയ്താൽ ഒന്നെങ്കിൽ എടുക്കണം, അല്ലെങ്കിൽ എടുത്തിട്ട് റെസ്പോണ്ട് ചെയ്ത്, രണ്ടും ഉണ്ട്. ഇപ്പം ഇതിലേതെങ്കിലും സംഭവിച്ചാലേ കാര്യമുള്ളൂ. പക്ഷേ മനുഷ്യന്മാർക്ക് വേണമെങ്കിൽ ഇത് നെഗ്ലക്ട് ചെയ്യാം, ഇത് എടുക്കാതിരിക്കാം, എടുത്തിട്ട് നല്ല രീതിക്ക് സംസാരിക്കാം, രണ്ടും ചെയ്യാം. പക്ഷെ പഠിച്ചോന്റെ കേസിലാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചോനായിട്ടാണെങ്കിലോ പഠിച്ചോൻ ഇത് എടുക്കും, റെസ്പോണ്ട് ചെയ്യും, അതിനേക്കാൾ അപ്പുറത്ത് അതൊന്നും കൂടി മുമ്പോട്ട് കൊണ്ടുപോയിട്ട് നമ്മളും കൂടി റെസ്പോണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കും, നമ്മളും അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കും. അപ്പോൾ മനുഷ്യനാണ് അങ്ങനെയല്ലല്ലോ. മനുഷ്യന് ഇത് എടുക്കണമെങ്കിൽ എടുക്കാം, എടുത്തിട്ട് വേണമെങ്കിൽ റെസ്പോണ്ട് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് വെക്കാം. പക്ഷെ പഠിച്ചോന്റെ കാര്യത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ആലോചിക്കാനുള്ളൊരു സംഗതി, നമ്മൾ ആ റെസ്പോണ്ട് ചെയ്യുന്ന റിസീവറായിട്ട് നിൽക്കുമ്പോൾ എന്താണ് നമ്മുടെ പൊസിഷൻ? പഠിച്ചോൻ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ, പഠിച്ചോൻ നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നമ്മളെ പൊസിഷൻ എന്താണ്? പഠിച്ചോൻ പൊസിഷൻ ഏതായാലും ക്ലിയർ ആണ്. പഠിച്ചോൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ ഡീൽ ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാം കേൾക്കാൻ തയ്യാറാണ്, നമ്മൾ ചോദിക്കുന്നതിന് അപ്പുറത്ത് തരാൻ തയ്യാറാണ്. നമ്മൾ ആ പൊസിഷനിലെത്തുമ്പോൾ, റിസീവർ പൊസിഷനിലെത്തുമ്പോൾ നമ്മളെ പൊസിഷൻ എന്താ? നമ്മൾ ഏത് തരത്തിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? നിസ്കരിക്കാൻ പറയുന്നുണ്ട്, നമ്മളോട് ചെറിയ ചെറിയ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടാവും, ഇതുപോലെ നാവൊന്ന് അനക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ പൊസിഷൻ എന്താണെന്ന് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി ഈ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ. അതിൽ എനിക്ക് കുറച്ചുകൂടി പഠിച്ചോ നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന ഫീൽ ഇതാണല്ലോ പറയുന്നത്. കുറച്ചുകൂടി എനിക്ക് പഠിച്ചോ നമ്മളോട് സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ. കഴിഞ്ഞ ആയത്തിലൊക്കെ വത്ലു അലൈഹിം, അതായത് റസൂലിനോട് ഞാൻ ഇങ്ങനെ പറയണം വിചാരിച്ചു പോയിന്റ്.
അത് എന്താ റസൂലിനോട് പറയാൻ പറയണേ നമ്മളോട്. ഇവിടെ അങ്ങനെ ഒരു ഇന്റർമീഡിയേറ്ററി ഗ്യാപ്പ് പോലും ഇല്ല. അതായത് നേരിട്ട് പറയണേ അന്നി ഫൈന്യ കരീം ഞാൻ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ എന്ന് പറയണേ. അപ്പൊ നമ്മളെ ഉപ്പമാര് എന്റെ കുട്ടീനോട് പറയാം ഓൻ എന്നോട് ചോദിക്കട്ടെ എന്ന് പറയുന്ന പോലില്ല. അതുപോലെ പഠിച്ചാൽ എന്റെ അടിമകൾ എന്നോട് ചോദിക്കട്ടെ. പക്ഷെ ആ ഒരു സ്നേഹബന്ധം അവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലാസ്റ്റ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാലഹും യർഷുദുൻ എന്നാണ് അവർ സന്മാർഗങ്ങളായേക്കാം അല്ലെങ്കിൽ സന്മാർഗത്തിലായേക്കാം എന്നാണ് പറയുന്നത്. ഇത് വെച്ചാൽ നമ്മൾ സന്മാർഗത്തിലാവാനുള്ളൊരു ഒരു ഉപാധിയായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യമായിട്ട് പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാനാണ്. ഏറ്റവും നമ്മളൊക്കെ ഡെയിലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നമ്മൾ നേർമാർഗത്തിലാക്കണേ. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇതായി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്താണ്? നിങ്ങൾ നേർമാർഗത്തിൽ അല്ലഹും യർഷുദൂൻ, നിങ്ങൾ നേർമാർഗത്തിലായേക്കാം എന്ന് പഠിച്ചവൻ നമ്മളോട് നമുക്ക് അതിൻ്റെ ഇത് കാണിച്ചു തരികയാണ്, അതിൻ്റെ സൊല്യൂഷൻ കാണിച്ചു തരികയാണ്. അപ്പം നമ്മളെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും എന്താണ് ഈ ഒരു പ്രാർത്ഥന നമുക്ക് മുറുകെ പിടിച്ചാലും പക്ഷെ അതേസമയം ആളുകൾ നമുക്ക് പല രീതി നമുക്ക് പലപ്പോഴും സംശയമൊക്കെ വരുന്ന ഒരു എന്താണ് സിറ്റുവേഷനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ച് പഠിച്ചോൻ എനിക്ക് ഇത് തരണേന്ന് പറഞ്ഞിട്ട് അപ്പോൾ പഠിച്ചോൻ അത് തരൂല. ചിലപ്പോൾ പഠിച്ചോനെ അറിയാം എന്ത് എനിക്ക് ഹയറായിട്ടുള്ളത് അതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്താണെന്നുള്ളത്. പഠിച്ചോൻ എന്താക്കുക അതായിരിക്കും നമുക്ക് വെച്ചിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതലല്ല പല ആളുകളും നേർമാർഗത്തു നിന്ന് തിന്മയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ദലാലത്തിലാകുന്നത് പ്രാർത്ഥന കൂടി കൊണ്ടാണ്. എങ്ങനെ വെച്ചാൽ എനിക്ക് പഠിച്ചോൻ ഞാൻ പ്രാർത്ഥിച്ച് പഠിച്ചോൻ എനിക്കൊന്നും ഉത്തരം നൽകുന്നില്ല, പഠിച്ചോൻ പിന്നെന്ത് പഠിച്ചോനുള്ളത് അല്ലെങ്കിൽ പഠിച്ചോൻ ഇങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ ആളുകൾ വിചാരിച്ചു പോകുന്നത് എന്താണ് ഈ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ്. ആൾക്കാരൊക്കെ എല്ലാവരും പറയുന്നത് എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുക. ചില ആൾക്കാർക്ക് എന്താ പഠിച്ചോൻ എന്ത് പറയുന്നത് എനിക്കൊരു ഉത്തരവ് നൽകുന്നില്ലല്ലോ, ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും എനിക്ക് തരുന്നില്ലല്ലോ എന്നുള്ള സാധനം കൊണ്ടാണ്. അവിടെയാണ് പഠിച്ചോൻ പറയുന്നത് നിങ്ങൾ സന്മാർഗത്തിലാണെങ്കിൽ നേർമാർഗത്തിലാണെങ്കിൽ നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കണം. അല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നമുക്ക് എന്താണ് ഇതിന്റെ ബാക്കി? നമ്മൾ ചോദിച്ച സാധനം നമുക്ക് ഖൈറാണോ ഷെറാണോ ഒന്നും അറിയില്ലല്ലോ. പഠിച്ചോനാണല്ലോ ഏറ്റവും നല്ലത് അറിയുന്നത്. അള്ളാഹു യഗ്ളബു ഇൻ തറക്ത സുആലുഹു വബനയ്യ ആദമ ഹീന യസ്കറിയു. നേരത്തെ പറഞ്ഞിരുന്നു മനുഷ്യനെ ദേഷ്യം പിടിക്കും, പക്ഷെ ദേഷ്യം പിടിക്കൂല. നേരെ മറിച്ച് എപ്പോഴാണ് ദേഷ്യം പിടിക്കുക? ചോദിക്കാതിരുന്നാലാണ് അള്ളാഹുവിന് ദേഷ്യം വരിക. മനുഷ്യനാണെങ്കിൽ ചോദിച്ചാൽ ദേഷ്യം വരും, ഈ പറഞ്ഞ പോലെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചോദിക്കാതിരുന്നാല് പഠിച്ചവനോട് ചോദിക്കണില്ല, പഠിച്ചവനോട് ദുആ ഇരിക്കണില്ല, അങ്ങനെ അവസ്ഥയിലാണ് പഠിച്ചവന് ദേഷ്യം വരിക. അതുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. ബേസിക്കലി ആ ചോദ്യത്തിൽ മാത്രമാണ് നമ്മളെ ലൈഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്താണ് നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഈ ആയത്തിലൂടെ മനസ്സിലാണ്? ഇപ്പം നമ്മളൊരു റിഫ്ലക്ഷൻസ് ഒക്കെയാണ് മനസ്സിലാക്കിയിട്ടില്ല. അപ്പം എനിക്കൊന്ന് ഓരോ ആയത്തുകളും ഓരോ ആൾക്കാർക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ആയത്ത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഭവം ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ നിങ്ങളെല്ലാവരും പറയും ഇൻഷാ അല്ലാഹ്.